നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് തെറ്റാണ്, അദ്ദേഹത്തെ തള്ളിപ്പറയാൻ 100% തള്ളിപ്പറയാൻ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അദ്ദേഹം ഒരിക്കലും RSSന്റെ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു നേതാവൊന്നുമല്ല. RSS പോലെയുള്ള രാഷ്ട്രസ്നേഹ സംഘടനയെ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയെ അതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ വലിയ രീതിയിലുള്ള കുപ്രവർത്തികൾ നടത്തുന്ന സമയത്ത് ആണ് ഈ രാഷ്ട്രത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. മഹാത്മാഗാന്ധി കൊല്ലപ്പെടേണ്ടത് അന്ന് ഈ രാജ്യം ഭരിച്ച രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ തന്നെ ആവശ്യമായിരുന്നു. അധികാരം തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയ സമയത്ത് നാഥുറാം വിനായക് ഗോഡ്സെ പോലെയുള്ള അന്നത്തെ രാഷ്ട്രദ്രോഹികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അന്നത്തെ ആ അധികാര സംഘടനകളുടെ ആയുധമായിട്ട് പ്രവർത്തിച്ച ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ആ നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഇവിടെ ഒരു അധ്യാപിക പിന്തുണച്ചെത്തിയിരിക്കുന്നത്. ഈ അധ്യാപികയെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകും. കഴിഞ്ഞ ജനുവരി 30-ാം തീയതി നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ അപമാനിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഇട്ട ഇവിടുത്തെ അധ്യാപികയെ, അതായത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നല്ല ഉപദേശം നൽകേണ്ട, ഇവിടുത്തെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപിക തന്നെ നമ്മളുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള രാഷ്ട്രദ്രോഹപരമായിട്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ABVP ഈ ഒരു പ്രതിഷേധ സമരം ഈ ക്യാമ്പസിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVP NIT ഡയറക്ടർക്കും അതുപോലെ തന്നെ UGCക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകുന്നതായിരിക്കും. RSSുമായിട്ട് തെറ്റി RSSൻ്റെ ഹിന്ദുത്വത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ്സെ RSSൽ നിന്ന് വിട്ടുപോവുകയും അങ്ങനെയാണ് ഹിന്ദു മഹാസഭയിൽ ചേർന്ന് തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുകയും ചെയ്തത്. അതിനുശേഷം RSS ഗാന്ധി വധത്തിന് ശേഷം
അന്നത്തെ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിലപാട് നമുക്കറിയാം. അന്ന് ഗാന്ധിയെ കൊല്ലുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. പക്ഷേ അന്ന് വിചിത്രമായിട്ടുള്ളൊരു നടപടി, ഹിന്ദു മഹാസഭയെ നിരോധിക്കാതെ അന്ന് RSSനെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ഭരണവർഗം തയ്യാറായത്. അപ്പോൾ അതിന് പുറകിൽ ഭരണവർഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ABVP പറയുന്നത്. അദ്ദേഹം ഒരിക്കലും RSSൻ്റെ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം സ്വയം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞ സ്വാഭിമാന ഹിന്ദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലാണ് കമൻ്റ് ഇട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘടനയുടെയും ഭാരവാഹിയല്ല, സംഘപരിവാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുമല്ല. നമ്മളുടെ നീതിപീഠം ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. അത്തരത്തിലുള്ള ഒരാൾ അദ്ദേഹം ചെയ്ത കുറ്റമാണത്. അതിനെ നമ്മളുടെ കോടതിയുടെ ആ ഒരു വിധിയെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ RSS ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, നാഥുറാം വിനായക് ഗോഡ്സെ അത്തരത്തിലൊരു ചെയ്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് തെറ്റാണ്. അദ്ദേഹത്തെ 100% തള്ളിപ്പറയാൻ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. ജീവൻലാൽ കപൂറിൻ്റെ റിപ്പോർട്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും RSSന് ഗാന്ധിവധവുമായിട്ട് യാതൊരുവിധ പങ്കുമില്ല എന്ന്. അതുപോലെ തന്നെ സവർക്കറെ പോലെയുള്ള ആളുകളെയൊക്കെ തന്നെ ഗാന്ധിവധത്തിൽ നിന്ന് നിരുപാധികം വിട്ടയച്ചിട്ടുള്ളത് നമ്മളുടെ നീതിപീഠമാണ്. ആ നീതിപീഠത്തിൻ്റെ വിധിയിലാണ് ABVPക്കും സംഘപരിവാർ സംഘടനയ്ക്കും വിശ്വാസം. നമ്മളുടെ അവിടെ ഒരു വിദ്യാർത്ഥി ഇത് രാമരാജ്യമല്ല എന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം ആ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അവകാശമുണ്ട്. അത് ഒരിക്കലും ABVPയുടെ പ്രവർത്തകരല്ല, പക്ഷേ മറ്റു വിദ്യാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ക്യാമ്പസിനകത്ത് പ്രദർശിപ്പിക്കാനുള്ള എല്ലാവിധ അവകാശമുണ്ട്.